അന്ന് LICയിലെ ശമ്പളമൊക്കെ വളരെ ആകർഷകമായ ശമ്പളമായിരുന്നു. 1980 ഏതാണ്ട് 1100 രൂപയോളം എന്ന് പറഞ്ഞാൽ കോളേജ് അധ്യാപകന് പോലും അന്ന് അത്രയും കിട്ടില്ല. 1100 രൂപ. ഞാൻ ട്യൂട്ടോറിയലായിരുന്ന സമയത്ത്, ട്യൂട്ടോറിയലായിരിക്കുമ്പോഴാണ് LICയിൽ 80 ജോയിൻ ചെയ്യുന്നത്. ട്യൂട്ടോറിയൽ കിട്ടിയിരുന്നത് 450 രൂപയാണ്. അപ്പം അവിടെ നിന്നാണ് ഈ 1100-ലേക്ക് നമ്മൾ പോകുന്നത്. കോളേജ് അധ്യാപകൻ 1000-ൽ താഴെയാണ് അന്ന് എന്ന് പറഞ്ഞാൽ സർവീസ് കയറുമ്പോൾ. പക്ഷേ എനിക്ക് ജോലി അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇൻഷുറൻസിന് ഒരുപാട് ആകർഷകമായ പദ്ധതികളുണ്ട്. അന്ന് വളരെ കുറഞ്ഞ ബോണസേ കിട്ടുള്ളൂ. ഹൗസ് ലോണൊക്കെ എടുക്കാൻ ഒരുപാട് കടമ്പകൾ കടക്കണം. അതായത് ഇൻഡിവിജ്വലായിട്ട് ലോൺ കിട്ടാൻ അടച്ച തുകയ്ക്കേ ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ഈ പലപ്പോഴും ആളിനെ ചേർക്കുമ്പോൾ ചോദിക്കുക, ലോൺ കിട്ടുമോ? ലോൺ കിട്ടും, അത്രേ പറയാൻ പറ്റും. ലോൺ കിട്ടുന്നത് നിങ്ങൾ പ്രീമിയം അടച്ചതിൻ്റെ 75%, നമ്മൾ അടച്ചതിൻ്റെ 75% ലോൺ കിട്ടുന്നത്. അതിന് പലിശയും കൊടുക്കണം. അപ്പോഴും ആ 1% പോണില്ല. ഇല്ല. അല്ല, എന്ന് മാത്രമല്ല, ബോണസായി കിട്ടുന്ന ശതമാനത്തിലെടുത്ത 3-4% കിട്ടുള്ളൂ. പക്ഷേ ഈ ലോണിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 12% വരും. പക്ഷെ ഇതൊന്നും ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ വിശദമായിട്ട് ആളുകളോട് പറയത്തില്ല. ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ലോൺ കിട്ടും. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളിപ്പോൾ അന്ന് 10,000 രൂപ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാമാന്യം നല്ല പോളിസിയാണ്. ഒരു 10,000 രൂപയുടെ പോളിസിക്ക് ചേർന്നാൽ ഈ 10,000-ന് തത്തുല്യമായി ലോൺ കിട്ടുമെന്നായി വിചാരിക്കുന്നത്. 2-3 ആദ്യത്തെ 2 വർഷം ലോൺ കൊടുക്കില്ല. അപ്പം അത് കഴിഞ്ഞ് ആക്ച്വലി ലോൺ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഇവൻ ഈ 2 വർഷം അടച്ച തുകയുടെ അടിസ്ഥാനത്തിലാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഏജൻറ്റിനെ കാണുമ്പോൾ ഇയാൾ പറഞ്ഞ് പറ്റിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ പലതരത്തിൽ അത് ആകർഷകമായിരുന്നില്ല. ഇപ്പം ബോണസ് കൂടുതലുണ്ട്, കൂടുതൽ സൗകര്യങ്ങളുണ്ട്, ഹൗസ് ലോൺ പോലെയുള്ള കാര്യങ്ങൾ കിട്ടും. അതല്ലേ LICയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്, നമുക്ക് വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. തന്നെയല്ല അന്ന് ഈ ചെറിയ എമൗണ്ട് വരെ ഉള്ളൂ, അല്ലാത്തതിനൊക്കെ വളരെ കർക്കശമായ മെഡിക്കൽ ഇൻസ്പെക്ഷനുണ്ട്, വളരെ റിജിഡായിട്ടുള്ള. അപ്പോൾ എന്ന് പറഞ്ഞാൽ പകുതി സത്യമേ ആളുകളോട് പറയാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തൊഴിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന്. പക്ഷെ പലരും എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ളവർ അതിനോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരെ വീട്ടിലേക്ക് പോയില്ല. ഏതായാലും ഇത് ഉപേക്ഷിക്കാം എന്നുള്ള തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇരിങ്ങാലക്കുട ആയിരുന്ന സമയത്ത് ഞാൻ നേരെ പഴയ ട്യൂട്ടോറിയലിലേക്ക് തന്നെ പോയി. അപ്പോൾ അപ്പോഴത്തേക്ക് LICയിൽ 6 മാസം കഴിഞ്ഞു. അവർ ട്യൂട്ടോറിയലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഷോർട്ട് നോട്ടീസിൽ അവിടെ നിന്ന് പോകുന്നത്. LIC എനിക്ക് 1 വീക്ക് ടൈമേ തന്നുള്ളൂ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ട് ഇനി പോരുമായിരുന്നു. അത് ഇപ്പോൾ 1 വീക്ക് നോട്ടീസ് പറഞ്ഞാൽ അത് വീട്ടിലെത്തി ഫോൺ വിളിച്ച് പറയാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമെന്ന് കരുതി പിന്നെ ഒരാളുടെ കൊടുത്തു വിട്ടയാൾ എന്നെ കണ്ടില്ല. ആ ആൾ റൂമിലിട്ടിട്ട് പോന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ചെന്നപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ചെന്ന് പോകാനുള്ള എല്ലാം തയ്യാറാക്കണ്ടേ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 3-4 ദിവസമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തയ്യാറെടുത്ത് പോയി, രാത്രിയിൽ തന്നെ പോയി. അപ്പോൾ ഇവിടെ ഒന്നും പറയാൻ സാധിച്ചില്ല.
അപ്പോൾ പറയാനായിട്ട് ഒരാളെ ഏർപ്പാട് ചെയ്തിട്ട് അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് അല്പം അപ്രിയം എന്നോടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകുന്നതിന് ശേഷം അവർ പലരെയും വെച്ച് പരീക്ഷിച്ചിട്ട് 3-4 പേരെ വെച്ച് പരീക്ഷിച്ചിട്ടും വിജയിച്ചില്ല. ഞാൻ എടുത്തിരുന്ന ഇതിൽ പഠിപ്പിക്കാൻ വേണ്ടി. അത് ഞാൻ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പിന്നെ 11 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിപ്പിച്ച ദിവസമുണ്ട്. അതായത് രാവിലെ 6:45 തുടങ്ങിയാൽ രാത്രി 8 മണി വരെ. അല്ല, 6:45 8 മണിക്കും ഇടയിൽ 11 മണിക്കൂറല്ല, ഇടയിൽ ചെറിയ ഗ്യാപ്പ് വരും. അത് എങ്ങനെ 11 മണിക്കൂർ പഠിപ്പിച്ചു എന്ന് ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കും ഒരത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കണക്ക് ചെയ്യാൻ കൊടുക്കും. കണക്ക് ചെയ്യാൻ കൊടുക്കുമ്പം നമുക്ക് അതിൽ ഒരു റെസ്റ്റ് വരും. പക്ഷേ അതിനും ചില സാഹസം കാണിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ച് പ്രോബ്ലം ഇട്ട് കൊടുത്തേച്ച് മറ്റേ ക്ലാസ്സിൽ പോയി എക്കണോമിക്സ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരുന്നവരെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 3-4 പേരെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ 6 മാസം കഴിഞ്ഞ് ജൂലൈയിലോ ഓഗസ്റ്റിലോ ചെല്ലുന്നത്. വെറുതെ ഇങ്ങനെ പോയ അപ്രിയത്തിലിരിക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കണ്ടപ്പോൾ അവർക്ക് വലിയ ആഹ്ലാദം ഉണ്ടായി. അപ്പോൾ എന്നോട് ഇവിടെ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ ആയോ? ആയെങ്കിൽ രാവിലെയും വൈകിട്ടെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം. ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഓഫർ തന്നെ ഞാൻ തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ ആക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ ഇതുണ്ടെങ്കിൽ ഞാനിഞ്ഞ് പോരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആലോചിക്കണം, 1100 രൂപ കിട്ടുന്ന സ്ഥാനത്തു നിന്ന് നേരെ 450. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം അതനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആവണം. പക്ഷേ എനിക്ക് അതിലും പഠിപ്പിക്കലിനോടാണ് താല്പര്യം. കാര്യം ഈ 450 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ 50 രൂപ വാടകയ്ക്ക് പോകും. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 11 മണിക്കൂർ പഠിപ്പിക്കാൻ വേണം. പക്ഷെ ഞാൻ അതിനിടയിൽ തന്നെ ഈ രാവിലെയും വൈകിട്ടും ആഹാരം ഉണ്ടാക്കുമായിരുന്നു. 3 നേരത്തെ ഭക്ഷണം. 3 നേരത്തെ അല്ല, ഉച്ചയാകുമ്പോഴത്തേക്ക് വിശക്കൂട് പഠിപ്പിക്കുകയല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി വിശാലമായിട്ട് കഴിക്കും. മറ്റേത് കഞ്ഞി പരിപാടിയാണ്. നോൺ വെജ് അപ്പോഴും ഇല്ല. അല്ല, ഞാൻ ഏതാണ്ട് പിന്നെ ഒരു ഈ 77ഓടുകൂടി 1977 77 പ്രത്യേകത ഈ എമർജൻസി പിൻവലിച്ച 77 ആ വർഷമാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് നിർത്തിയത്. നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മത്സ്യവും മുട്ടയും കഴിക്കുമായിരുന്നു, മറ്റുള്ള ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഗ്രാജുവലി ആ താല്പര്യങ്ങളില്ലാതെ വന്ന് 77 ഇന്ത്യയിൽ എമർജൻസി പിൻവലിക്കുകയും ഞാൻ എൻ്റെ നോൺ വെജിറ്റേറിയൻ അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞത്. അതൊക്കെ എമർജൻസിയിലേക്ക് നമുക്ക് വരാം. അതെ പറയാനുണ്ടാവും. പിന്നെ കോളേജിലെത്തി, അല്ല ട്യൂട്ടോറിയൽ കോളേജിലെത്തി വീണ്ടും ഈ 11 മണിക്കൂർ പരിപാടി തുടങ്ങി. അങ്ങനെ വീണ്ടും ട്യൂട്ടോറിയലുകളുടെ ഒരു അപ്രിയത്തിന് ഇടവായി. കാരണം പിന്നെ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ ജോലി വന്നു. അല്ല, ദേവസ്വം ബോർഡിൽ ആണ് പോസ്റ്റിംഗ് വരുന്നത്. അല്ല, ആദ്യം തന്നെ കണ്ണൂരാണ് പോസ്റ്റ് ചെയ്തത്. കണ്ണൂർ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ പഠിപ്പിക്കലിനോട് താല്പര്യമുള്ളതുകൊണ്ടും അവർക്ക് എന്നെ ആവശ്യമുള്ളതുകൊണ്ടും അവരുടെ തന്നെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യുന്നതിന് എക്സ്റ്റൻഷൻ വാങ്ങിച്ചു. പലരും എന്നോട് ഡിസ്കറേജ് ചെയ്തു. പിന്നെ സർവീസിലെ 3 മാസമല്ലേ പോകുന്നത്. കാര്യം ഈ പെൻഷനൊക്കെ വിലയിരുത്തുന്നത് മൊത്തം സർവീസ് നോക്കിയാൽ ആ 3 മാസം പോവും
പലരും ഉപദേശിച്ചു ചെയ്യല്ലേ. ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പലരും കേട്ടിട്ട് ഒരു സർക്കാർ ജോലി കിട്ടിയിട്ടേ പോകുന്നില്ല എന്നുള്ള ഒരു, എന്നിട്ട് ഞാനത് അടുത്ത 3 മാസം കൂടി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. മനസ്സിലാക്കേണ്ടത്, ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 600 രൂപയോളം കിട്ടും. 600 ഇല്ലെങ്കിലും 500 കൂടുതൽ കിട്ടും. ഇത് 450, അന്ന് 50 രൂപയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ചെറിയ കാര്യമല്ലെന്ന് പറഞ്ഞാൽ 50 രൂപയുടെ പ്രാധാന്യം അറിയണമെങ്കിൽ നമുക്ക് ഒരു 2 രൂപ കൊടുത്താൽ ഒരു ഊണ് കിട്ടും. 50 രൂപയുടെ വില അറിയാൻ ഞാൻ പറയാം. ഒരു 25 ഊണ് മേടിക്കാം. അതെ അതെ. അപ്പം അല്ല, ഇത് 550 എന്ന് പറയുമ്പം 100 രൂപ കൂടുതൽ കിട്ടും. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുണ്ടത്. അപ്പം എന്നിട്ട് ഞാനത് പിന്നെ 3 മാസം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് കണ്ണൂരിൽ വേറെ ആരും പോസ്റ്റ് ചെയ്ത, പിന്നെ അത് തൊട്ടടുത്തേക്ക് ഉണ്ടെങ്കിൽ കണ്ണൂർ അത്രയും ദൂരമല്ലേ. അപ്പോൾ അന്നേരമാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ സർക്കാർ ഓഡിറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോസ്റ്റിങ് വാങ്ങിക്കുന്നത്. അത് എന്തെങ്കിലും ചോദിച്ച് വാങ്ങിക്കുന്നില്ല, അവിടെ വേക്കൻസി ഉള്ളതുകൊണ്ട് അവരങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ അവർ അടുത്ത സ്ഥലം തരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഞാനങ്ങനെ അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ പോയി ജോയിൻ ചെയ്തു. ഞാൻ ദേവസ്വത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. ഞാൻ കാര്യം വിദ്യാഭ്യാസ കാലഘട്ടം പറഞ്ഞല്ലേ, ഞാൻ അധ്യാപനത്തോടുള്ള, ഞാൻ അവിടെ ആയിരുന്നപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. അല്ല, അവിടുത്തെ കാര്യം ഈ ചിലരുമായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോൾ ചിലർ പിന്നെ അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു കോളേജുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ എക്കണോമിക്സാണ്, ആ വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംഭാഷണം തുടങ്ങിയപ്പോൾ ചോദിച്ചാൽ അതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പ്രയാസം, അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചില സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എക്കണോമിക്സ് ആണെന്ന് അറിഞ്ഞിട്ട് ഈ വീക്കെൻഡ്സിൽ പഠിക്കാൻ വരുമായിരുന്നു, കുട്ടികൾ പഠിക്കാൻ വരും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ചില ആളുകൾ, അപ്പോൾ അന്ന് അവിടെ ദേവസ്വത്തിൽ സത്രം റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. സത്രം റൂമിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ 2 കട്ടിലാണ് ഒരു റൂമിൽ. അപ്പോൾ സീനിയേഴ്സ് 2 പേര് കട്ടിലിൽ കിടക്കും, ഞങ്ങൾ ജൂനിയേഴ്സ് താഴെ കിടക്കും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അങ്ങനെ ഇവർ ട്രാൻസ്ഫർ ആകുമ്പോൾ പിന്നെ നമ്മൾ സീനിയറായാൽ പിന്നെ കട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അതെ അതെ അതെ. പക്ഷെ അന്ന് പലതരത്തിൽ ചിലവ് കുറവായിരുന്നു അവിടെ. അതായത് ഈ അമ്പലത്തിനകത്തായിരുന്നു ഡ്യൂട്ടി, ജൂനിയേഴ്സിന് അമ്പലത്തിനകത്താണ് ഡ്യൂട്ടി. അപ്പോൾ ഷർട്ട് വേണ്ട, ചെരുപ്പ് വേണ്ട, പാൻസ് വേണ്ട, മുണ്ട് മാത്രം മതി. അപ്പം അങ്ങനെ പിന്നെ ഈ ദേവസ്വത്തിൻ്റെ സത്രത്തിലായതുകൊണ്ട് നമുക്ക് പിന്നെ വാടകയൊന്നുമില്ല. അങ്ങനെ ചില ലാഭങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ആഹാരം വെച്ച് തന്നെ, കാര്യം ഈ ഹോട്ടലിലെ ആഹാരമൊന്നും അത്ര നല്ലതല്ല. അല്ല, ഞാൻ പറഞ്ഞത് അവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ പിന്നീട് പറയാം. അപ്പോഴും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ വീക്കെൻഡിലോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ പരീക്ഷ എടുക്കുമ്പോൾ ഇതിൻ്റെ അവസാനമോ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ ചിലർ കട്ടിലിൽ മാറിക്കിടന്ന് ഉറങ്ങുന്ന പോലെ കിടക്കും. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു വിഷയം ഇങ്ങനെ ഒരു സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് അവർക്കൂടെ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതിയിട്ട്, അല്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു മേഖല കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചതൊന്നുകൂടെ ഓർക്കാമല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഈ പണം
അടയ്ക്കാൻ പറ്റില്ല. സർക്കാർ നിയമം അനുസരിച്ച് നമ്മൾ സൗജന്യമായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിലെ ചില വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് തന്നെ ഈ പണം പിടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ചിലർ അങ്ങനെ ചെയ്യുമ്പോൾ, ഈ ചിലർ അങ്ങനെയല്ല, ആളുകൾ പല സ്വഭാവമല്ലേ. സാറൊന്നും വാങ്ങിക്കാത്ത ആളായതുകൊണ്ട് തന്നെ പിന്നെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചവരുണ്ട്. അതല്ലേ കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞത്, ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ.